എ.പി. ഉസ്താദ് അവറുകൾ ദൂരെ നിന്ന് കുറ്റപ്പെടുത്തുന്നവരുണ്ടാകാം, അകലെ നിന്ന് കല്ലെറിയുന്നവരുണ്ടാകാം, വല്ലാത്ത വേദനയുള്ള അസഖ്യമായ വാക്കുകളും മുദ്രാവാക്യങ്ങളും വിളിക്കുന്നവരുണ്ടാകാം. ഞങ്ങൾക്ക് വേദനയുണ്ട്, പക്ഷേ ഖമറുൽ ഉലമ വിലായത്തുള്ള മഹാനാണ്. അറിയേണ്ടവരറിഞ്ഞോ, കറാമത്തുള്ള വലിയാണ്. അവിടുത്തെ മുഖത്തിന്റെ തിളക്കം കണ്ടോ? ഒരു ഫേഷ്യലും ചെയ്തിട്ടല്ല, ഒരു ബ്യൂട്ടി പാർലറും പോയിട്ടല്ല, ഒരു പൗഡർ പോലും ഉപയോഗിച്ചിട്ടല്ല. ഏത് സമയത്തും ഒരു വേദിയിലിരുന്നാൽ അവിടെ PM ഉണ്ടാകട്ടെ, CM ഉണ്ടാകട്ടെ, MP ഉണ്ടാകട്ടെ, MLA ഉണ്ടാകട്ടെ, ശത്രുക്കള് പോലും നോക്കുന്നത് ഖമറുൽ ഉലമയാണ്. അത് ഈ നൂറ്റാണ്ടിന് അല്ലാഹു കനിഞ്ഞേകിയ കരുത്തുള്ള ഈമാനെന്ന വജ്രായുധം കൊണ്ട് മുന്നോട്ട് പോയ നമുക്കെല്ലാം എന്നെന്നും പ്രതീക്ഷയും നമുക്കെല്ലാം ആവേശവുമായ മഹാനവറുകളാണ്. പടച്ചവനെ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. അവിടുത്തെ എത്ര കറാമത്ത് പറയാനുണ്ടോ ഒരെണ്ണം എന്റെ അനുഭവത്തിലുള്ളത് ഞാൻ പറയുകയാണ്. ഈ അടുത്ത് കാസർഗോഡ് ജില്ലയിൽ ഒരു പ്രഭാഷണത്തിന് ജില്ലാ ഹോളി ഖുർആൻ പ്രഭാഷണം, അതിൽ ഈ വിനീതനും ഒരവസരമുണ്ടായി. എല്ലാവരും ഒരുമിച്ചുള്ള മഹല്ലത്തിന്റെ വലിയ ഒരു പരിപാടിയാണ്. കാസർഗോഡ് ചെർക്കിള എന്ന് പറയുന്ന സ്ഥലത്ത്, പാണാർകുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ ഈ അഡ്രസ്സും സ്ഥലവും കൃത്യമായി പറയുന്നത്. ഒരാളും തെറ്റിദ്ധരിച്ച് ഇതിന്റെ സനദിൽ സംശയം വരണ്ടെന്ന് വിചാരിച്ച ഇത് മുത്തസിലായ സനദാണ്. സഹോദരങ്ങളെ ചിന്തിച്ചോ, അന്ന് വയത് കഴിഞ്ഞ് ഞാൻ അവിടുത്തുള്ളൊരു ഹാജിയാരെന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഉസ്താദേ, നിങ്ങളിവിടെ വന്നതല്ലേ, വെള്ളം കുടിച്ചു പോകാം, ചായ കുടിച്ചു പോകാം. സുബ്ഹാനല്ലാഹ്, അലിമിങ്ങളോട് വലിയ മഹബത്തുള്ളൊരു ഹാജിയാരാണ്, ആ ഭാഗത്തുള്ള ആളാണ് അദ്ദേഹം. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നിഅമത്ത് കൊടുത്ത ആളാണ്. നമ്മുടെ ആലിമീങ്ങളോടൊക്കെ വലിയ മഹബത്തുള്ള ആളാണ്. താജുൽ ഉലമ അവിടെ ഒന്നിലധികം തവണ വന്നിട്ടുണ്ട്, അവിടെ കിടന്നുറങ്ങിയിട്ടുണ്ട്. നൂറുൽ ഉലമ വലിയ ഇഷ്ടപ്പെട്ട വീടാണ്. അതുപോലെ ആലിമീങ്ങളൊക്കെ വരും. ഖലീൽ തങ്ങൾ ഉപ്പാപ്പ പരിസരത്ത് അവിടെ പോയാൽ ആ വീട്ടിൽ കയറാതെ പോവില്ല. അത്ര വലിയ മഹബത്തുള്ള മനുഷ്യനാണ്. അങ്ങനെ എ.പി. ഉസ്താദ് അവറുകളെയും ക്ഷണിച്ചു കൊണ്ടുവരാറുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യന്റെ മടിത്തട്ടിൽ ഒരു കുഞ്ഞുമോനിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഞാൻ ചോദിച്ചു, എന്താണ് അവന്റെ പേര്? മുഹമ്മദ് എന്ന് തുടങ്ങുന്നൊരു പേരാണ് എന്നോട് പറഞ്ഞത്. എന്നിട്ട് ആ പൊന്നുമോന്റെ തലയിൽ തലോടിയിട്ട് പറയാണ്, ഇത് മഹാനായ ഖമറുൽ ഉലമ, അവിടുത്തെ കറാമത്ത് കൊണ്ട് റബ്ബനിക്ക് തന്ന മോനാണ്. അയാൾ എന്നോട് പറയാണ്, അതാ ഞാൻ പറഞ്ഞത് സനദ് മുത്തസിലാണ് എന്ന് പറഞ്ഞത്. സിൽസിലത്തു ദഹബാണ്, തങ്ക സിൽസിലയാണ്. ഇതാർക്കും സംശയിക്കണ്ട. സംശയമുള്ളവർ വരൂ സഹോദരങ്ങളെ, ഞാൻ കൊണ്ടുപോകാം. ഞാൻ ചോദിച്ചു, എനിക്ക് അത്ഭുതമായി. അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, എനിക്ക് 4 മക്കളാണ്, 3 പെൺമക്കളാണ് മൂത്തത്. എനിക്കൊരു ആൺകുട്ടി വേണമെന്ന് ആഗ്രഹമുണ്ട്. ഒരിക്കൽ 2-3 വർഷത്തിന് മുമ്പ് എ.പി. ഉസ്താദ് അവിടെ വന്നപ്പോ, എന്താ ഹാജിയാരെ നിങ്ങളുടെ മുഖത്തൊരു വിഷമം? ഉടൻ തന്നെ ഉസ്താദിനോട് ഹാജിയാര് പറയാണ്, ഉസ്താദിന് അറിഞ്ഞൂടെ, എനിക്കൊരു ആൺകുട്ടി വേണം, എനിക്ക് 3 പെൺകുട്ടികളാണ്. ഉടൻ തന്നെ എ.പി. ഉസ്താദ് അവറുകൾ പറയാ, പേടിക്കേണ്ട, അടുത്ത റബീഉൽ അവ്വലിൽ ഒരു മുഹമ്മദ് വരട്ടെ. അത്രമാത്രം പറഞ്ഞു നിർത്തിയാൽ ഒരു സാധ്യത ചില ആളുകൾ പറയും. അത്രമാത്രമല്ല മഹാനായ എ.പി. ഉസ്താദ് പറഞ്ഞു നിർത്തിയത്, അടുത്ത റബീഉൽ അവ്വലിന് ഒരു വെള്ളിയാഴ്ച രാവിൽ ഒരു മുഹമ്മദ് വരട്ടെ. സഹോദരങ്ങളെ, CM വലിയുള്ള ആശീർവദിച്ച നാവങ്ങ് പറഞ്ഞപ്പോ, അടുത്ത റബീഉൽ അവ്വലായപ്പോ, ഒരു വെള്ളിയാഴ്ച രാവായപ്പോ ഒരു മുഹമ്മദ് വന്നില്ലേ സഹോദരങ്ങളെ? അദ്ദേഹം സന്തോഷത്തോടെ നിറകണ്ണുകളോടെ പറയുകയാണ്, നിങ്ങൾ ആലോചിക്കണം എങ്ങനെയാണ് തന്റെ ഇടമുണ്ടായത്. ആ നാവിന്റെ അസറു ദിക്ർ ചെല്ലുന്ന എ.പി. ഉസ്താദ് അവറുകൾ